2025 അവസാനം, അതായത് ഡിസംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വന്നിരിക്കുന്നത് ശരിക്കും ഓഹരി വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ ഒരു ബൂസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അക്രോസ് ദ സെക്ടർ, അത് ടു വീലേഴ്സ് ആയാലും പാസഞ്ചർ വെഹിക്കിൾ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, എല്ലാ മേഖലകളിലും ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചിട്ടും നമുക്ക് പാസഞ്ചർ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ മാരുതി സുസുക്കി അവരുടെ ഏറ്റവും വലിയ മന്ത്ലി സെയിൽസാണ് ഡിസംബർ മാസം നടത്തിയിരിക്കുന്നത്. 2,17,854 യൂണിറ്റുകളാണ് ഡിസംബർ മാസത്തിൽ മാത്രം മാരുതി വിറ്റിരിക്കുന്നത്. 22% വളർച്ചയാണ് മന്ത്ലി സെയിൽസിൽ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാരുതിയിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മന്ത്ലി സെയിൽസാണ് മാരുതിക്ക് വന്നിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളും 50,519 യൂണിറ്റുകളാണ് പാസഞ്ചർ വെഹിക്കിൾ വിഭാഗത്തിൽ ടാറ്റ മോട്ടോഴ്സ് വിറ്റിരിക്കുന്നത്. അതും 14.1% വർധനവാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 86,000 യൂണിറ്റുകൾ വിറ്റിരിക്കുന്നു. അതിൽ കൂടുതലും SUVകളാണ്. SUVകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയർ എൻഡ് വെഹിക്കിളാണ്, ഡിമാൻഡ് കൂടി വരുന്നു. ഏകദേശം 50% എബവ് അവരുടെ വെഹിക്കിളുകളും SUVകളാണ് വിറ്റിരിക്കുന്നത്. ഹുണ്ടായി, അതുപോലെ തന്നെ ടൊയോട്ട, കിയ എന്നിവരെ എല്ലാ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നു. ഇത് കാണിക്കുന്നത് ആൾക്കാർക്ക് GST ഇടത്തിൽ കൊടുത്തിരിക്കുന്ന വരുമാനം ഡിഡക്ഷൻ ഇതൊക്കെ തന്നെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ടാറ്റ മോട്ടോഴ്സ് ട്രക്കുകളും ബസ്സുകളും ഏകദേശം 42,508 ബസ്സുകളാണ് വിറ്റിരിക്കുന്നത്. 25% വർധനവ് കാണിച്ചിരിക്കുന്നു. അശോക് ലാലൻഡ് 27% വർധനവ്, അതായത് 21,533 വാഹനങ്ങളാണ് കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ അശോക് ലാലൻഡ് വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ടു വീലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ TVS മോട്ടോഴ്സ് 50% വളർച്ചയാണ് TVSൻ്റെ ടാറ്റ ടു വീലേഴ്സ് സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. TVS മോട്ടോഴ്സ് 4,81,389 വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത്. ബജാജ് ഓട്ടോ 14% വർധനവ്, 3,69,000 വാഹനങ്ങൾ വിറ്റിരിക്കുന്നു. ഐഷർ മോട്ടോഴ്സിൻ്റെ റോയൽ എൻഫീൽഡ് മാത്രം 1,03,574 വെഹിക്കിളുകളാണ് ടു വീലർ വിഭാഗത്തിൽ റോയൽ എൻഫീൽഡ് വിറ്റിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ 30% വർധനമാണ്. ടു വീലർ സെഗ്മെൻറ്റിൽ വർധനവ് കാണിക്കുന്ന അർത്ഥം റൂറൽ സെഗ്മെൻറ്റിൽ നല്ല രീതിയിലുള്ള ഇൻകം സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, ഈ കൊടുത്തിരിക്കുന്ന GST ആനുകൂല്യങ്ങളൊക്കെ തന്നെ ആൾക്കാർ എൻകാഷ് ചെയ്യുന്നു. പിന്നെ ഇയർ എൻഡാണ്, മോഡൽ മാറുന്നതിൻ്റെ ആനുകൂല്യങ്ങളും കമ്പനികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കൂടി തെളിവാണ്. ട്രാക്ടർ സെഗ്മെൻറ്റിലും എസ്കോട്ട്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫാം എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഏകദേശം ഡൊമസ്റ്റിക്കും എക്സ്പോർട്ടും നോക്കിക്കഴിഞ്ഞാൽ 30,210 ട്രാക്ടറുകളും കാര്യങ്ങളൊക്കെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത്. 31,859 വാഹനങ്ങളാണ് അവർ വിറ്റിരിക്കുന്നത്. സോ അതായത് റൂറൽ ഏരിയയിലും വളരെ ശക്തമാണ്. സോ വരുന്ന സമയങ്ങളിൽ ഓട്ടോ കമ്പനികളുടെ Q3 റിസൾട്ട് സ്ട്രോങ് ആയിരിക്കും. ഓട്ടോ ആൻസിലറി കമ്പനികളുടെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു Q4 ഉണ്ട്.